മഹാഭാരതത്തിൽ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപമാണ് എല്ലാവരെയും പിടിച്ചു കുലുക്കിയ ഒരു കാഴ്ച. ഏറ്റവും വലിയ ദുരന്തമായി മാറിയ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുവാൻ തന്നെ കാരണമായത് ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപമായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് കുരുസഭയിലെ ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരാൾ പോലും എതിർക്കുകയോ ഒരക്ഷരം മറുത്തു പറയുകയോ ചെയ്യാതെ കാഴ്ചക്കാരായിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ വസ്ത്രാക്ഷേപം ചെയ്യാൻ ഒരുമ്പെട്ട ദുശാസനന്റെ മുഖത്തു നോക്കി ചോദ്യങ്ങൾ ചോദിച്ച ഒരാൾ ആ സഭയിലുണ്ടായിരുന്നു. കൗരവന്മാരിൽ ഒരാൾ തന്നെയായ വികർണൻ എന്നു പേരുള്ള രാജകുമാരനായിരുന്നു അത്. നിങ്ങൾ ചെയ്യുന്നത് ധർമ്മമല്ലെന്നും ഒരു സ്ത്രീയെ ഈ തരത്തിൽ അപമാനിക്കാൻ പാടില്ലെന്നും സ്വയം പണയവസ്തുവായ രാജാവിന് സ്വന്തം ഭാര്യയെ പണയം വയ്ക്കാൻ അവകാശമില്ലെന്നും ഒക്കെ വികർണകുമാരൻ പരസ്യമായി ആ സഭയിൽ വിളിച്ചു പറഞ്ഞു. നിശബ്ദനായിരുന്ന ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും അടക്കമുള്ള കുരുവംശത്തിലെ തല മുതിർന്നവരെല്ലാം തന്നെ വികർണകുമാരന്റെ വാദങ്ങളോട് അനുകൂലമായി ഒരക്ഷരം പോലും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ഒറ്റയ്ക്കായിപ്പോയി, ദ്രൗപദിയെ രക്ഷിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് സത്യം. ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് ഭീമസേനന്റെ കൈകൾ കൊണ്ടാണ് വികർണൻ കൊല്ലപ്പെട്ടത്. ഭീമസേനൻ വികർണനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ധർമ്മബോധത്തെക്കുറിച്ച് പരസ്യമായി പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കൗരവർക്കിടയിലെ ഏറ്റവും ധർമ്മബോധമുള്ള മനുഷ്യനായി, ഏറ്റവും ധർമ്മബോധമുള്ള രാജകുമാരനായി മഹാഭാരതം വാഴ്ത്തുന്നത് വികർണകുമാരനെയാണ്. ഒരു സ്ത്രീയുടെ മാനത്തിന് മുമ്പിൽ ശബ്ദമുയർത്താൻ തയ്യാറായിട്ടുള്ള വികർണകുമാരനാണ് ഏറ്റവും പൗരുഷമുള്ള കുരുവംശ രാജകുമാരന്മാരിൽ ഒരാൾ എന്ന് നിസ്സംശയം പറയാം.